മറ്റൊരു മെഗാ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഈ ആഴ്ചയും ഞങ്ങൾ രണ്ടുപേരും തന്നെ നിങ്ങളുടെ മുന്നിലുണ്ട്. പിന്നെ വേറെ നമ്മൾ രണ്ടുപേരും തന്നെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് എന്താണ് പൊളിച്ചെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സബാൻ, സൂര്യ. പറയടാ, പുതിയ ആൾക്കാരുണ്ടെങ്കിലോ? ഓ ശരിയാ, പുതിയ ആൾക്കാരോ. എന്തായാലും എന്താണ്, ഇന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. നല്ല മഴയൊക്കെയാണ്, എല്ലാം വെള്ളപ്പൊക്കമായിട്ട്, സ്കൂളൊക്കെ അവധിയാണ്. സത്യമായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ. കാര്യമായിട്ടും ഇടയ്ക്കിടയ്ക്ക് പത്രം വായിക്കുക, വാർത്തകൾ കാണുക, ഇതൊക്കെ കാണാം. എപ്പോഴും സീരിയല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ പിന്നെ ഇന്നൊരു സംഭവം ഉണ്ട്. എന്താ പറയുക, ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറഞ്ഞത്, മദ്യം അവോയ്ഡ് ചെയ്യണമെന്നല്ലോ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത് സിഗരറ്റ് വലി എല്ലാവരും അവോയ്ഡ് ചെയ്യാം. അതെ, സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമാണ്. സിഗരറ്റ് ഒരിക്കലും വലിക്കരുത്. വലിച്ചാൽ അത് നമ്മളെ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള മക്കളെയും എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് സിഗരറ്റ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. അപ്പൊ നമുക്ക് ഗോസിപ്പിലേക്ക് കയറാം. ഗോസിപ്പ് കിസ് അടിക്കാനും പ്രൊഫഷണലിസ്റ്റ് ഒക്കെ വേണോടാ? പിന്നെ അല്ല, പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്ക് മാത്രമേ കിസ് അടിക്കാൻ പറ്റൂ. അങ്ങനെയല്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു വേ ഉണ്ട്. കിസ് അടിക്കാനും അതിൻ്റെതായ ഒരു വേ ഉണ്ട്. കാരണം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. കാരണം എന്താ പറയുക, കിസ്സായാലും എന്ത് കാര്യമായാലും അത് നമ്മൾ എന്താണ് A to Z അത് നന്നായില്ലെങ്കിൽ പരാജയപ്പെടും 100%. കാര്യമായിട്ടും പലതരം കിസടി ഉണ്ട്. അതുകൊണ്ടാണ് നീ എന്താണ് ഇപ്പൊ കിസഡിനെ കുറിച്ച് ചോദിക്കാൻ? എനിക്ക് അല്ലടാ, ഞാനിപ്പോ അല്ല എനിക്കല്ല, ഞാനാണ് കിസ് അടിക്കാന്നല്ല പറഞ്ഞേ. ഞാൻ കേട്ടത് ഐ മീൻ നമ്മുടെ ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ ഇമ്രാൻ ഹാഷ്മി പറയാ, കിസ് അടിക്കാൻ പ്രൊഫഷണലിസം വേണം. അതുപോലെ തന്നെ ഇമ്രാൻ ഹാഷ്മിന്റെ അത്ര നന്നായിട്ട് കിസ് അടിക്കാൻ ആരെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നത്. പുള്ളി കുറച്ചാലായിട്ട് രംഗത്തില്ലല്ലോ, പുള്ളി കുറച്ചാലായിട്ട് ഒഴിഞ്ഞു മാറി. ഇപ്പൊ ആ വിടവിലേക്ക് തട്ടിക്കറിയൊക്കെ. അപ്പൊ പിള്ളേര് കിസടി തുടങ്ങിയപ്പോ പുള്ളിക്ക് ആ പടം കിസടിക്കാൻ ആളെയും കിട്ടുന്നില്ല. ആ പടം ഒരു അവസ്ഥ. അപ്പൊ പുള്ളി അന്നേരം ഇറക്കിയ നമ്പറാണ്, കിസ് അടിക്കാൻ പരിശീലനം വേണം. കാരണം പുള്ളി പറയുന്നറിയോ, ഇപ്പത്തെ പുതിയ പിള്ളേര് 10 മണിക്കൂർ കിസ് അടിച്ച് പരിശീലിച്ചിട്ടാണ് വരുന്നത്. ഞാൻ 1000 മണിക്കൂറാണ് പരിശീലിക്കുന്നത്. ശരി, അത് ഇപ്പത്തെ പിള്ളേർ ന്യൂട്രൻഡില് ഐ മീൻ നമ്മുടെ പരിണീതി ചോപ്ര, ആലിയ ഭട്ട്, അർജുൻ കപൂർ, കുറെ പേര് ആൾക്കാരാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സത്യത്തില് നമ്മുടെ ഇമ്രാൻ ഹാഷ്മിന്റെ അത്രയും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഇമ്രാൻ ഹാഷ്മി കിസ് അടിച്ച് നമ്മൾ കുറെ കണ്ടിട്ടുള്ള ബോറടി ആയി തുടങ്ങിയപ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും സംഭവം ഇതാണ്. ഈ കിസ് അടി നമുക്ക് പറയാനായിട്ട് എന്തായാലും സംഭവം ഇതാണ്. ഇമ്രാൻ ഹാഷ്മി എന്തായാലും കിസ് അടിച്ച് തിരിച്ചു വരട്ടെ. ഇമ്രാൻ ഹാഷ്മിന്റെ ഒരു സോങ് കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോഴോ? ഈ സമയത്ത്. ആണോ? അപ്പൊ അടിപൊളി ഒരു സോങ് ആണ്. കിസ് ഒക്കെ ഉള്ള ഒരു സോങ് തന്നെ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു എല്ലാവർക്കും ഒരു എൻജോയ്മെന്റ് ആവട്ടെ. അപ്പൊ പോയിട്ട് പെട്ടെന്ന് നീ ഒരു കാര്യം അറിഞ്ഞു? എന്ത്? നമ്മുടെ മാടി അവിടെ പോയി. ഈ മാടി വിളിക്ക അതല്ല, നമ്മുടെ മാധവൻ. ഓ, എവിടെ പോയി മാടി? അതാ ഞാൻ നോക്കുന്നത്. ആ ഇടയ്ക്ക് കുറെ സിനിമയിലൊക്കെ വന്ന് ഹിന്ദിയിലും തമിഴിലൊക്കെ പെട്ടെന്ന് പോയി കളഞ്ഞു. ജോലിച്ച് നിൽക്കുന്ന സമയത്ത് പുള്ളിയെ കൊണ്ട് മിസ്സായി. ഇപ്പൊ കുറെ കാലത്ത് കാണാറില്ല. ഞാൻ കേട്ടു, ഒരു പുതിയൊരു ന്യൂസ് കേട്ടു, പുള്ളിക്കാരൻ എന്തോ ബോക്സിംഗ് എന്തൊക്കെയോ പഠിക്കാൻ വേണ്ടി ലോസ് ആഞ്ചലസിലാണെന്നോ. ഓ, നമ്മുടെ എന്താണ് ലാൽ എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടി. ലാലിനുള്ള പടത്തിന് വേണ്ടിട്ട്. കാരണം വേറെ കാര്യമുണ്ട്, ആരും എന്താണ് പ്രതീക്ഷിക്കാത്ത ഒരു റോളുമായിട്ടാണ് പുള്ളി തിരിച്ചു വരുന്നത്. അതിനുവേണ്ടി 15 കിലോ വെയിറ്റ് കുറച്ചു. മുഹമ്മദ് അലി അല്ലേ, മുഹമ്മദ് അലി, ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലി. അതെ, അയാളുടെ ഒറിജിനൽ സ്റ്റോറിയാണ് കഥയായിട്ട് വരുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിരിക്കും. ഇത് ചെയ്യുന്നത് മണിരത്നത്തിന് അസോസിയേറ്റ് ആയ ശുദ്ധയാണ്. അത് മാത്രമല്ല പ്രിയങ്ക ചോപ്രയാണ് തോന്നുന്നല്ലേ നായിക? അല്ല, പ്രിയങ്ക ചോപ്രന്റെ ഇതേ മോഡൽ ഒരു മൂവി മേരികോം ഇപ്പോ റിലീസ് ആവാൻ തയ്യാറെടുത്തോണ്ടിരിക്കുക. സെയിം ബോക്സർ ആയിട്ടാണ് പ്രിയങ്ക ചോപ്രയാണ് നായിക. അതിന്റെ ഒക്കെ ഒരു പതിപ്പായിരിക്കും ഈ മൂവി. എന്തായാലും സംഭവം പൊളിയായിരിക്കും. കാരണം മാധവൻ കുറെ കാലത്ത് മിസ്സിംഗ് ആയിട്ട് നമ്മുടെ മാടി തിരിച്ചു വരികയാണ്. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് പ്രിയങ്ക ചോപ്രന്റെ മേരികോമിന് വേണ്ടിയിട്ടാണ്. എനിക്ക് പ്രിയങ്കനെ കച്ചവടം കൂടുതൽ ഇഷ്ടം. ഇഷ്ടമില്ലാത്തത് നാടീനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പ്രിയങ്കനെ കൂടുതൽ ഇഷ്ടം. അത്രല്ലേ ഞാൻ പറഞ്ഞത്. എന്തായാലും ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മാധവൻ സുന്ദരമായ ചിരിയുള്ള വ്യക്തിയാണ് അല്ലേ, നല്ല ഭംഗിയുള്ള സ്മൈലാണ്, നല്ല ഹാൻഡ്സം ആണ് അല്ലേ, സെബാനൊക്കെ പോലെ. നീ എന്നെ പ്രിയങ്ക ചോപ്ര എന്ന് പറയും. ആയിക്കോട്ടെ, ഇത് പ്രിയങ്ക ചോപ്ര. എന്തായാലും സമയത്തുള്ള മാധവന് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്റെ ഉള്ളിൽ സൂര്യയുണ്ട്. അപ്പം ഗോസിപ്പ് സെബാനെ സന്തോഷ വാർത്തയുണ്ട് മോനെ. എന്താണ്? നമ്മുടെ മലയാളത്തിലെ, എനിക്ക് ലോട്ടറി അടിച്ചില്ല, വേറൊരാൾക്ക് ലോട്ടറി അടിച്ചു. നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ജയറാം, പുള്ളിക്കാരൻ ഇപ്പൊ തമിഴില് കത്താൻ പോവാണ്.
കത്താൻ പോവാണ് മീൻസ് അങ്ങനെ കത്താനല്ല, സൂപ്പർ ആയിട്ട് ഓ വരാം. അങ്ങനെ നമ്മുടെ എന്താണ് മാസ്നോ നമ്മുടെ വെങ്കട് പ്രഭുവിന്റെ അല്ലെ സൂര്യന്റെ കൂട്ടത്തില് വില്ലനായിട്ട് എനിക്കൊന്നറിയോ നമ്മുടെ പിന്നെ വിജയന്റെ കൂട്ടത്തിൽ ഒരു പടം ചെയ്തില്ലായിരുന്നോ തുപ്പാക്കി തുപ്പാക്കി അതിനുശേഷം സൂര്യന്റെ കൂട്ടത്തിൽ സൂര്യന്റെ കൂട്ടത്തില് വിജയന്റെ കൂട്ടത്തില് കമൽഹാസന്റെ കൂട്ടത്തില് കമലഹാസന്റെ കൂട്ടത്തിൽ ഒരു പടം റിലീസ് ആവുന്നതിലേക്കാണ് ഉത്തമ വില്ലൻ ഒരു പടം ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. ആണല്ലേ ഇതിപ്പം ഉത്തമ വില്ലൻ എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താണ് ഒരു ഇത് അത് മാത്രമല്ല വെങ്കട് പ്രഭുവിന്റെ തന്നെ വേറെ പ്രോജക്റ്റിലുണ്ടല്ലോ നമ്മുടെ എന്താണ് സരോജോ സരോജ് എന്ന് പറഞ്ഞു. എന്തായാലും ജയറാമിന്റെ നല്ല കാലമാണ് മലയാളത്തിൽ എന്താണ് ഒരു ഇത്തിരി കോട്ടമൊക്കെ തട്ടി നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും തമിഴിൽ പുള്ളി അടിച്ച് കയറിയാണ്. മതി അല്ലേ, തമിഴിലാണ് മതി. നമുക്ക് ഒരു ഫാമിലി ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം കൂടുതൽ ചെയ്യുന്നത് കുടുംബ ചിത്രങ്ങളൊക്കെയാണ്. അപ്പൊ അതുപോലത്തെ ഒരു എന്താണ് കോമഡി ഉണ്ട്. വെങ്കട് പടങ്ങൾ അറിയാലോ, ഒരു കോമഡി ആയിട്ട് മസാലയൊക്കെ ചേർത്തൊരു പടമായിരിക്കും. എന്തായാലും അടിപൊളി പടമായിരിക്കും. ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലേ. ജയറാം ഇങ്ങനെ ഹിന്ദിയിലൊക്കെ പോയിട്ട് ഇംഗ്ലീഷിലൊക്കെ പോട്ടെ. എന്തായാലും നമുക്ക് ഈ സന്തോഷത്തിൽ ഒരു പാട്ടാണ് അല്ലേ, അടിപൊളി പാടുണ്ട് പെട്ടെന്ന്.